ഇപ്പോൾ നമ്മളീ കാണുന്നത് ഞങ്ങൾ നിൽക്കുന്ന ലോഡ്ജിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ ആണ്. അവിടെ നിന്ന് എടുത്ത വിഷ്വൽസാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അമ്പലമാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ. അച്ഛനും എനിക്കും വൈഫിനും ഇപ്പോഴാണ് ആ ഒരു ആഗ്രഹം സഫലമായത്. ഒരുപാട് തവണ ആഗ്രഹിച്ചതാണ്, ഒരുപാട് തവണ. പലതവണ നമുക്ക് ഇവിടെ ചാൻസ് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ പുറമൊന്നും എഴുതാനേ സാധിച്ചുള്ളൂ, അകത്ത് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ അകത്ത് കയറി ഭഗവാനെ കൺകുളിർക്കെ കണ്ടു. ഞങ്ങൾ 6:30-ക്ക് ഇവിടെ എത്തി, കുളിച്ച് ഫ്രഷായി 7:30-ക്ക് അമ്പലത്തിൽ കയറി. 9 മണിക്ക് അല്ലെങ്കിൽ 9:30 ടൈമിനുള്ളിൽ നമുക്ക് ഭഗവാനെ നല്ല രീതിയിൽ കാണാൻ പറ്റി. ഒരുപാട് നേരം നിന്ന് തൊഴാൻ പറ്റി. തിരക്ക് അത്രയ്ക്ക് ഉണ്ടായില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം, എന്നാൽ വലിയ രീതിയിലല്ല, എന്നാൽ ഓക്കെ, ആ രീതിയിൽ നമുക്ക് നിന്നുള്ളൂ. എന്നാലും ഭഗവാനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി, അത് തന്നെ മഹാഭാഗ്യം. പിന്നെ 10:30 ആയപ്പോൾ നട അടച്ചു. എന്തോ ഒരു പ്രത്യേക പൂജകളും ഉണ്ട് ഇവിടെ, വേഗം നട അടച്ചു. അതിനുശേഷം കഴിഞ്ഞ് വൈകിട്ട് 5:00-ക്ക് തുറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് എന്താ പറയുക, സന്തോഷമായി. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വിഷ്വൽസും കുറച്ച് ഭാഗങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം ഇവിടെ വീഡിയോഗ്രാഫി ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്, അറിയാലോ. അപ്പോൾ ഇതിനുശേഷം നമ്മളിനി പോകുന്നത് നമ്മുടെ വാക്സ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ പോകുന്നത് ആഴിമലയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് വീഡിയോ ആഴിമലയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. പിന്നെ അമ്പലത്തിൻ്റെ ഓപ്പണിംഗ് ടൈം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എപ്പോഴാണ് അകത്ത് കയറുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിനി വാക്സ് മ്യൂസിയത്തിൽ എത്തി. അപ്പോൾ ഇവിടെ ഒരുപാട് കലാകാരന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ നടന്മാരും പിന്നെ നമ്മുടെ രാജാക്കന്മാരുടെയും എല്ലാവരുടെയും മെഴുകുതിരികൾ ഇവിടെ നമുക്ക് കാണാം. നമുക്ക് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വാക്സ് മ്യൂസിയത്തിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് എന്താ പറയുക ഒറിജിനൽ വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാം. പിന്നെ കയറിയിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പോൾ ഫസ്റ്റ് ടൈം കയറുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പത്മനാഭസ്വാമി ടെമ്പിളും അതുപോലെ തന്നെ ആഴിമലയും കൂടി കണ്ടിട്ട് വേണം നമ്മൾ തിരിച്ച് പോകാനായിട്ട്. ഇനി പിന്നെ കാരണം അതിനുശേഷം പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് കാണാനായിട്ട്. നമുക്ക് ഇത് മാത്രമല്ല പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഇത്ര മാത്രമേ നോക്കുന്നുള്ളൂ. ഇനി വരുന്ന സമയത്ത് നമ്മൾ കോവളം ബീച്ച്, മറ്റുള്ള ബീച്ചുകൾ, പിന്നെ നമ്മുടെ കന്യാകുമാരി, അതൊക്കെയാണ് ഞാൻ അടുത്ത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ പ്ലാൻ ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ അമ്പലം പത്മനാഭസ്വാമി ടെമ്പിളും കാണാം, പിന്നെ ആഴിമല കാണാം, ഇത്ര മാത്രമേ ഉള്ളൂ. ബീച്ച് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ബീച്ച് വരുന്നതാണ്. അതായത് നമ്മൾ കോവളം ബീച്ച് ഓൾറെഡി നമ്മൾ പോയിട്ടുണ്ടാണ്. അപ്പോൾ എന്നാലും ഇനി വരുമ്പോൾ കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ബീച്ചുകളും ഇതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തിട്ട് നേരെ കന്യാകുമാരി പോകുള്ളൂ. കാരണം ഒരു 2-3 ദിവസം വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മളൊരു 2 ദിവസം കൊണ്ട് എന്താ പറയുക, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ തിരിച്ച് ഇനി ആഴിമല കൂടി പോയതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ വരാത്തവർ മാക്സിമം ഈ വാക്സ് മ്യൂസിയം മെയിനായിട്ട് സന്ദർശിക്കുക. കാരണം എന്താ പറയുക അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ ആ ഒരു മെഴുകുതിർമ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായി. പിന്നെ വേറൊരു കാര്യം പറഞ്ഞ് വിട്ടുപോയി, നമ്മുടെ സൂ ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ മെയിൻ പ്രധാന ഘടകം സൂ ആണ്. അപ്പോൾ സൂവിൽ ഓൾറെഡി ഞങ്ങൾ മുമ്പ് പോയതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കാതിരുന്നത്. എന്തായാലും ഞങ്ങളിനി കന്യാകുമാരി പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴി കയറാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ വിഷ്വൽസൊക്കെ ഞങ്ങളിനി ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.